സർ, ഈ പുതുതായിട്ടൊക്കെ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നമ്മൾ വാസ്തുവിനാണോ അതോ ഫെങ്ഷുയ്ക്കാണോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്? നമ്മളെ ഒരു പുതിയ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചോ, വീട് നമ്മൾ പുതുതായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു അനുസരിച്ച് വേണം നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ ദിക്കുകളും നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഓരോ ഭാഗത്ത് ഓരോ ദിക്കിന് ഏതൊക്കെ സാധനങ്ങൾ വരണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് വരുമ്പോൾ ഏതൊക്കെ ഭാഗത്ത് വരണം, ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ പലപ്പോഴും എന്താ പറയുക, ട്രിവാൻഡ്രം പോലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊച്ചി പോലുള്ള സിറ്റിയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് 2-3 സെന്റ് സ്ഥലമേ കാണത്തുള്ളൂ. അപ്പം നമുക്കൊരു മതിൽ കെട്ടാനുള്ള സ്പേസ് പോലും കാണില്ല. അപ്പം ആദ്യം ആ വീട് ചെയ്ത സമയത്ത് വാസ്തു ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. പിന്നീടായിരിക്കും ചിലപ്പോൾ ഒരു വാസ്തുവിന്റെ കംപ്ലൈന്റുകൾ അറിയുന്നു. പക്ഷെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു ഇതിന് വേറെ ഒരു രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല. ഒന്ന് കെട്ടിത്തിരിക്കാനോ മതിൽ കെട്ടാനോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് ഫെങ്ഷുയി പ്രകാരം ആ വീട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം മതിൽ വേണം നമുക്ക് നിർബന്ധമില്ല. മതിൽ സാധാരണ അറിയാമല്ലോ, ഇന്ത്യൻ വാസ്തുവിൽ മതിൽ മസ്റ്റായിട്ട് വേണം. കാരണം വെച്ചാൽ നമ്മൾ പ്ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു 20 സെൻറ്റുള്ള ഒരു പ്ലോട്ടാണെന്ന് വെച്ചോ, അതിലൊരു 5 സെൻറ്റോ അല്ലെങ്കിൽ 10 സെൻറ്റ് പ്ലോട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ 10 സെൻറ്റ് പ്ലോട്ട് നമ്മൾ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്താൽ അതിൻ്റെ അകത്തെ വാസ്തുവിൻ്റെ ബലം കൂടുകയുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് വീടുണ്ടാവും, അതിന് തൊട്ടപ്പുറത്ത് വീടുണ്ടാവും, അതിന്റെയൊക്കെ കിണർ നമ്മൾ നിൽക്കുന്ന വീടിന് ചിലപ്പോൾ റോങ് സൈഡായിട്ട് വരും. അപ്പൊ മതിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളോ അപ്പുറത്തെ വസ്തുവിന്റെയോ മറ്റു ദോഷങ്ങളോ ഒന്നും നമ്മുടെ കോമ്പൗണ്ടിലോട്ട് കയറി വരില്ല. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ 5 സെന്റ് ആയാലും 10 സെന്റ് ആയാലും 15 സെന്റ് ആയാലും 20 സെന്റ് ആയാലും നമ്മുടെ വീടിന് കൃത്യമായിട്ട് മതിൽ വേണം. മതിൽ ചെയ്യാൻ പറ്റാത്ത ചില ഏരിയയിൽ നമ്മൾ വേറെ ഒരു ഓപ്ഷനില്ല, മതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവിടെ കുഴിക്കാൻ പറ്റില്ല, ഗവൺമെന്റിന്റെ സ്ഥലങ്ങളായിരിക്കാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഫെങ്ഷുയി പ്രകാരം നമ്മുടെ മെയിൻ വാതിലുകൾ ഏതൊക്കെ വാതിൽ നമ്മൾ തുറക്കുന്നുണ്ട്, ആ വാതിലിൽ നെഗറ്റീവ് എനർജി വീടിനകത്തോട്ട് കടന്നു വരാതെ ഇരിക്കത്തക്കൊണ്ട് നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള എലമെന്റ്സുകൾ ഫെങ്ഷുയിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് വീടിനകത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പം ആ വീട്ടിൽ ഇപ്പോൾ ഒരു 3 പേര് താമസിക്കുന്നതെന്ന് വെച്ചു, അപ്പോൾ ആ 3 പേരുടെയും ജാതകം എടുത്ത ശേഷം അവർക്ക് ഏതൊക്കെ ദിക്കാണ് അവർക്ക് ബാഡിലൊക്കെ അല്ലെങ്കിൽ മോശമായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ദിക്കെടുക്കുമ്പം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്കറിയാം അവിടെ തൊഴിൽ ഭാഗം, പ്രശസ്തി, കുട്ടികളുടെ പോർഷൻ, വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി, ഇതിൽ ഇത്രയും ഭാഗങ്ങൾ ഏതൊക്കെയാണ് അവർക്ക് നെഗറ്റീവായിട്ടിരിക്കുന്നതും ബാഡിലൊക്കെ ആയിട്ടിരിക്കുന്നതും നോക്കിയിട്ട് അവിടെ വെക്കുന്നത്, അതായത് ആ ദിക്ക് ഏതാണോ, ഇപ്പൊ സൗത്ത് ആണെങ്കിൽ ആ സൗത്തിൽ വെക്കുന്ന എലമെന്റ്സുകളുണ്ട്, അതിനെ വെച്ചിട്ട് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യും. ആ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പഞ്ചഭൂതങ്ങൾക്ക് കുറച്ചുകൂടി പവർ ആവുകയും അവിടെ കിടക്കുന്ന നമുക്കും ആ വീട്ടിൽ താമസിക്കുന്ന നമുക്കും അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം ജോലി ഇല്ലാതെ അലയുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടിയ ആൾക്കാരുണ്ടാവും. കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ഡിപ്പെൻഡഡ് ആണ്. കാരണം നമ്മുടെ ജാതകം ഒരു ഭാഗത്തുണ്ട്, വാസ്തു ഒരു ഭാഗത്തുണ്ട്, ലാൻഡിന്റെ പ്രശ്നം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് വ്യാഴ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് നല്ല ജോലി കിട്ടുന്നത്. പക്ഷെ വീടിനകത്ത് തൊഴിൽ സംബന്ധമായിട്ടുള്ള കംപ്ലൈന്റ് ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ആ ജോലി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ അലട്ടുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് ആ വീടിൻ്റെ അകത്ത് തൊഴിൽ ഭാഗത്ത് കംപ്ലൈന്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ ആ തൊഴിൽ ഭാഗത്തെ കംപ്ലൈന്റുകൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അവർക്ക് ജോലിയിൽ ഇമ്പ്രൂവ്മെന്റ് ആവും, പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഏതൊക്കെ അറ്റത്ത് വരെ എത്താൻ പറ്റുമോ അത്ര അറ്റം വരെയും എത്താൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫെങ്ഷുയി കൂടി എളുപ്പം ചെയ്യാൻ പറ്റും. ഇപ്പം ചില വീട് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്താണെന്ന് വെച്ചോ, അതിൻ്റെ അകത്ത് നമ്മൾ ഫെങ്ഷുയി അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ കിട്ടും. കാരണം ഫെങ്ഷുയി ചെയ്യുന്നതും ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഫെങ്ഷുയി ചെയ്യുന്നത് വീടിനകത്തൂടെയാണ് കൂടുതലും. അപ്പം ഇപ്പം കുട്ടികൾ കിടക്കുന്ന മുറിയാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, തൊഴിൽ ഭാഗം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്രഹനാഥം കിടക്കുന്ന മുറിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോസ്പിരിറ്റി, അതുപോലെ ജോബിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും ഫാമിലി ഹാപ്പിനെസിന് ഉയർച്ചയ്ക്ക് വേണ്ടി, ഹെൽത്തിന് വേണ്ടിയൊക്കെ നമുക്ക് അതിനകത്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫെങ്ഷുയി ചെയ്ത് കഴിയുമ്പം അതിന് റിസൾട്ടും വളരെ ഫാസ്റ്റാണ്. കാരണം വെച്ചാൽ ഒരു ഫെങ്ഷുയി നമ്മൾ ചെയ്താൽ അത് എപ്പോൾ ചെയ്യുമ്പോൾ അന്നേരം തൊട്ട് അത് ചാർജിലാണ്. ഏകദേശം ഒരു 20 ദിവസം കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു മാറ്റം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും.